ചരിത്രമുറങ്ങുന്ന ഡൽഹി നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം ഒരു I-20 കാറിൽ നടന്ന ഉഗ്രസ്ഫോടനത്തിൽ 13 ജീവനുകൾ പൊലിഞ്ഞു, 26 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു. പ്രധാനമന്ത്രി ഈ ദുരന്തത്തിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുകയും ഈ ഭീരുത്വപരമായ നടപടിയിൽ ഉൾപ്പെട്ടവരെ വെറുതെ വിടില്ലെന്ന് ശക്തമായി പ്രസ്താവിക്കുകയും ചെയ്തു. പ്രാഥമിക നിഗമനം അനുസരിച്ച് ഉഗ്രസ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഭവം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ട് അന്വേഷണം ഏറ്റെടുത്തു. ഡൽഹി പോലീസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഈ ആക്രമണത്തിന്റെ പ്രധാനികളെന്ന് കരുതുന്ന ഷഹീൻ ഷാ, ഉമർ മുഹമ്മദ് എന്നിവർക്കായി രാജ്യമെമ്പാടും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കാശ്മീർ താഴ്വരയിൽ വേരുകളുള്ളവരാണിവരെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന അധിക വിവരം. ഈ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ അധിക സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ബാഗേജ് സ്കാനിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തി. നഗരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ പോലീസ് ചെക്ക് പോസ്റ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തലസ്ഥാനം അതീവ ജാഗ്രതയിലാണ്.